അയ്യോ ഒരു മിനിറ്റ്. സെപ്പറേറ്റ് സായി വേണം നമ്മളെ കാര്യമായിട്ടൊന്ന് കാണാൻ. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ തഞ്ചാവൂർ ഒരു 4 മണിക്ക് എണീച്ച് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ എണീച്ചപ്പോൾ 7 മണിയായി. ഇപ്പോൾ ടൈം 8:30 ഞങ്ങളൊരു ഊഞ്ഞാല് കയറി ഇരുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ 8:30 ഫുഡ് കഴിച്ചിട്ട് മേക്കപ്പ് ഇട്ട് ഇവിടുത്തെ ചേച്ചിമാർ സാരി ഉടുപ്പിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാണിച്ചു. ഞാൻ അതെടുക്കാൻ വരുന്നത്. ഞങ്ങൾ ജ്യൂസാണ് കുടിക്കാൻ പോണത്. നമ്മളെ റിസോർട്ടിലുള്ളൊരു പൂളാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ. അത് ഞങ്ങളുടെ കല്യാണത്തിന് ഡ്രോബാണ്. അതാണ് ഇല്ല എനിക്ക് ഈ ഫോണിലൊന്ന് വീഡിയോ എടുത്തരാം. എന്റെ വീഡിയോ ഫോണിൽ ക്ലാരിറ്റി ഇല്ല, തുടച്ചില്ല തോന്നുന്നു. ചവിട്ടിക്കോ എനിക്ക് ഇതിലൊരു വീഡിയോ എടുത്തരാം. അല്ല ഞാൻ നെക്സ്റ്റ് കണക്കുന്നുണ്ടോ? ഓവറാക്കുന്നു അഭിനയം, വൈറലാവാനുള്ള ടാക്ടിക് മൂവ്. ഗായ്സ്, അപ്പോ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റിയില്ല. എന്തുകൊണ്ട്? ഞാൻ എഴുന്നേക്കാത്തല്ല, നോറ മുസ്കാൻ ഉറങ്ങിക്കളഞ്ഞു. എഡിറ്റ് ചെയ്ത് ഉറങ്ങിക്കളഞ്ഞു. പിന്നെ അത് മാത്രമല്ല മഴയായിരുന്നു. അപ്പോൾ സാരിയൊക്കെ കൊടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് മഴയത്ത് അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത് ക്യാൻസലായി ഗായ്സ്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ പൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നോറ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, മതിയോ? ചാടണം. ഇനി പ്രൈവറ്റ് ആണ് ഗൈസ്. ഇനി ഫുൾ പ്രൈവറ്റ്. ഞാൻ ചാടണോ അല്ലേ? ഇങ്ങനെ ചാടട്ടെ? ഞാൻ ചാടുന്നു, ഫോണും ചാടുന്നു. അതെങ്ങനെയുണ്ട്? വാട്ടർ പ്രൂഫ് അല്ലേ? ഇങ്ങനെ ചാടിക്കോട്ടെ ഞാൻ. 3, 2, 1. സ്നേഹ ചേച്ചിക്ക് പേടിയാണ് ഗൈസ്. എന്നാ ശരി, ബൈ. ഞാനും കൂടെ ഒന്ന് ഇറങ്ങട്ടെ. ഞാൻ മാത്രമേ ഉള്ളൂ ഇറങ്ങാം. ബൈ. നല്ല ബാക്ക്ഗ്രൗണ്ട്. അത് നിന്റെ തവര്. നോറേന്റെ പോലെ വെറുതെ നോറ ഞാൻ കളിയാക്കി. ഐബ്രോസ് ഉണ്ട്. സാധനം ഇല്ല ഐബ്രോസിൽ. നമ്മള് കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി അല്ലേ? എന്നിട്ട് നമ്മൾ ഇനി ഫുഡ് മസാജ് ചെയ്യാണ്. നോറയിൽ ഇനിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളോട് ചെക്കൗട്ട് ചെയ്യാൻ പോണ്. ഫുഡ് മസാജ് ചെയ്യാല്ലേ റസ്മിനെ? അപ്പോൾ നമ്മൾ ഇവിടെ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. എപ്പടി ഇருக்கு ഇങ്ക പ്രമാദമായിരിക്കും. നല്ലതായിരുന്നു. നല്ല അടിപൊളി. അഗോഡയിൽ ബുക്ക് ചെയ്ത കാരണം നല്ല അഫോർഡബിൾ കിട്ടി. എല്ലാ സർവീസും ഉള്ള ഒരു സംഭവം കിട്ടി. നൈസായിരുന്നു. നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഫുഡ് മസാജ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ചെയ്തിട്ടേ പോവുള്ളൂ. ഏതായാലും 12:30 12 മണിക്കാണ് ചെക്കൗട്ട്. നമ്മളിത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല തഞ്ചാവൂർ സ്റ്റേ സൂപ്പർ ചെയ്യുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആയി. പക്ഷെ ഒന്നാമത് എന്താ വെച്ചാൽ ഒരു ദിവസം ഫുള്ള് ഡ്രൈവ് ചെയ്യുന്നു നൈറ്റ്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഉറങ്ങാൻ അതാണ് ഉണ്ടായത്. നമ്മൾ 1 മണിയായി കിടന്നപ്പോൾ 2ാമത്തെ ദിവസം, അതായത് ഇന്നലെ. അപ്പോൾ ആകെ കൂടെ തലവേദനയും എല്ലാവർക്കും ക്ഷീണം തന്നെയായിരുന്നു. അതുകൊണ്ട് നേരത്തെ എണീക്കുന്നില്ല. പക്ഷെ നമ്മൾ തലേ ദിവസം അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തഞ്ചാവൂർ ടെമ്പിളൊക്കെ പോയി ഒന്ന് കണ്ടു. എന്നാലും 8:40 ക്ലോസ് ചെയ്തു. എന്നാലും കറക്റ്റ് സമയം ഇവിടെ എത്തിയതാണെങ്കിലും ചെക്കിൻ സമയം നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. കാരണം പർച്ചേസിംഗ് കഴിഞ്ഞ് നേരെ ചെക്കിങ്ങിന് ചെയ്ത് കറക്റ്റ് ടൈമിങ് നമുക്ക് എല്ലാം കിട്ടിയത്. അതുപോലെ പാളിപ്പോയത് ടയറാ.
അത് സാരില്ല. അതുപോലെ അറിഞ്ഞായിരുന്നോ? പറഞ്ഞു അല്ല, അതൊരു നമ്മൾ നല്ല സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല. വേറെ ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ള സാധനം ചിന്തിക്കുക, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ചു എന്നുള്ളത്. അപ്പോൾ അതെ നമ്മൾ യാത്ര മിഡ് നൈറ്റ് ആയിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും സംഭവിക്കാത്ത നമ്മുടെ ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. രാവിലെ കണ്ടു, അത് മാറ്റാനും പറ്റി, അടുത്ത ഷോപ്പും കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഒന്ന് കറങ്ങാം അല്ലേ, നമ്മൾ എവിടെയെങ്കിലും ഒന്നൊക്കെ കറങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് വീണ്ടും തഞ്ചാവൂർ ഞങ്ങൾ പോകുന്നതായിരിക്കും. സാരിയൊക്കെ എടുത്തിട്ട് അതിന് ഇനി ഒരുങ്ങണം. ഇനിയിപ്പോൾ മസാജ് കാണിക്കാം. നമ്മുടെ മസാജ് ഏകദേശം കഴിയാനായി. ഇത് ഉറങ്ങിയ റസ്മിൻ്റെ സാരില്ല, ഉറക്കം വരുന്നു ഗൈസ്. നല്ല നല്ല പീസ്ഫുൾ ആംബിയൻസ്. അതെ, നല്ല ഒരു മ്യൂസിക്കൊക്കെ. അപ്പോൾ നമ്മുടെ ഫുഡ് സ്പാ ഒക്കെ കഴിഞ്ഞ് ഫുഡ് മസാജൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ ഇനി പുറത്ത് പോവാണ്. നമ്മൾ കുളിച്ച് ഒരുങ്ങിയതൊക്കെ നമ്മൾ കണ്ടു. ഇനി നേരെ അവിടെ എല്ലാവരും ഒരുങ്ങുകയാണ്. അപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞു, ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇനി എങ്ങോട്ടാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല, എവിടേക്കെങ്കിലുമൊക്കെ നമ്മൾ പോകും. ഇത്രയും നേരം ഈ ഡ്രസ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ട് നോറ മുസ്കാൻ്റെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ കളർ അതുണ്ടെങ്കിൽ നമ്മള് പോയിക്കില്ലേ? ഇതെന്നത് ഇത്രയും നേരം വെക്കില്ലാറുണ്ട് ഇട്ടില്ലാറുണ്ട്. ഡ്രസ്സ് ചെയ്തതാ ഇറങ്ങി, വെട്ടിയൊക്കെ എടുത്തു. ഞങ്ങൾ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. ബിസിയാണ് ഗൈസ്. ബൈ ഗൈസ്. നോറാദ മുസ്കാൻ ലുക്കിലാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. അടിപൊളിയായിരുന്നു, സൂപ്പർ. തഞ്ചാവൂര് നല്ലൊരു ആർക്കിടെക്ചർ പ്ലേസാണ്, നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇവിടെ പറയുകയാണ്. കുറച്ച് റീൽസും ഷോർട്സും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ പറയുള്ളത്? കപ്പ ചെറുത് കുഞ്ഞി പെരുപ്പം വരുന്ന ഒരു ഗുലാബ് ജാമുൻ അതും കൊടുത്തിട്ട് ആളെ പറ്റിക്കുന്ന 140 രൂപയാണ്. കേറിയത് മുതൽ കട്ടക്കലിപ്പിലാണ്. ഇതിന്റെ റേറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ലിനു അല്ല, ഈ ലിനു കട്ടക്കലിപ്പിലായ ഒരു ലിനു ആണ്. ഭർത്താവ് റിച്ചാണെങ്കിലും ലിനു ഒരു വിശുദ്ധയാണ് അല്ല ലിനു? ഇത് നമ്മളെന്താ ഓർഡർ ചെയ്തു? ബട്ടർ നാന്, ഞാനൊരു പുലാവ് പറഞ്ഞു, പിന്നെ സോയ പറഞ്ഞു, സോയ ചാട്ട്. ജസ്മിന് നമ്മൾ ഇന്നലെ കയറിയ ആര്യഭവനിൽ വീണ്ടും കയറി. നോറയ്ക്ക് സോയ നൂഡിൽസ് നിർബന്ധമാണ് പറഞ്ഞു, അതുകൊണ്ട് അവിടെ തന്നെ കയറി. ഓക്കെ ശരി. ഫുൾ എക്സ്പ്രഷൻ ഉണ്ടോ? ആ കുപ്പി അടിച്ച് പോണട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിട്ടോ, സെക്കൻഡ് റൂം. നമ്മളന്ന് വർക്കലയിൽ പോയ പോലെ ഓരോ ദിവസം 3 റൂമിലായി. വെറൈറ്റി പിടിക്കണം. ഞാനില്ല, നിങ്ങൾ പിടിച്ചോണ്ടിട്ടാ. ഞാൻ കാർഡ് വെക്കാൻ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. 4 പേർക്ക് കിടക്കാനുള്ള റൂം.
കുംഭകോണം, അതായത് തഞ്ചാവൂരിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ അവിടെ നിന്നാണ് ഈ അമ്പലമുള്ളത്. ഇതാണ് ടെമ്പിൾ. നമ്മളിപ്പോൾ ശിവപാർവതി ആണ് കണ്ടത്. ശിവനെയും പാർവതി ഈ ഒരു ഉള്ള മോണ്യുമെന്റ്, അതായത് ഐര എന്താ ടെമ്പിളിന്റെ പേര്? ദരാസുര ഐരാവത. ശിവനാണ്, ശിവനും പാർവതി ഉണ്ട്. നമ്മളിതിൻ്റെ ഹിസ്റ്ററി ഒന്നും സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കണ്ടോ അവിടെ ഫുള്ള് നന്ദി. ഈ നന്ദിയാണ് കൂടുതലും. ആ മുകളിൽ അവിടെ കാണുന്നൊക്കെ, ഈ കാണുന്നൊക്കെ നന്ദിയാണ് അല്ലേ. നല്ല ഭയങ്കര അടിപൊളി ഒരു ടെമ്പിൾ കേട്ടോ സത്യം പറഞ്ഞാൽ. തഞ്ചാവൂര് വരുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. ഒരു 3/4 മണിക്കൂറുള്ളൂ. ഏറ്റവും കൂടി പോയാൽ 3/4 മണിക്കൂർ. നമുക്കൊരു ഭയങ്കര പീസ്ഫുൾ ആണ്. എല്ലായിടത്തും പോയിട്ട് തഞ്ചാവൂര് ഒന്നുകൂടി പോകണം. ഞങ്ങൾ വൈകുന്നേരം തഞ്ചാവൂർ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാൻ പറ്റിയില്ല, ലേറ്റ് ആയതുകൊണ്ട്. ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം നമ്മൾ മെല്ലെ പോകുള്ളൂ ഇവിടുന്ന്. ഇനി നമുക്കിവിടെ കയറാം. ഇവിടുന്ന് കയറിയിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ആ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. നമ്മുടെ ശിവനാണുള്ളത്, ശിവനും പാർവതി ഉണ്ട്. പക്ഷെ നമ്മൾ അപ്പുറത്തൊരു പാർവതി ടെമ്പിൾ ഉണ്ട് ഇപ്പുറത്ത്. ഇത് പാർവതി ടെമ്പിൾ ഇവിടെ ഇവിടെ ഇവിടെ. ഇത് ശിവൻ്റെ ടെമ്പിൾ ഇവിടെയാണ് നമ്മൾ പോയത്. എന്നിട്ട് അവസാനം ഇവിടെ പാർവതിക്ക് മാത്രമായിട്ടുള്ളൊരു ടെമ്പിളാണ്. പാർവതി മാത്രമുള്ള ഇവിടെ ശിവനും പാർവതിയും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നോക്കട്ടേക്കണ്ട പോകുന്നല്ലോ. അത് കുറേ ഹിസ്റ്ററിയും സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടൊന്നുമല്ല വന്ന്. നമ്മൾ ആരാ ദൈവം എന്ന് അറിഞ്ഞിട്ടും പിന്നെ അവിടെ കാണാൻ വേണ്ടി തൊഴുകാനും വേണ്ടി. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. മിസ് തൊഴുകാനും പിന്നെ വിസിറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തഞ്ചാവൂർ പിന്നെ പ്രോപ്പർ ഒരു വർഷിപ്പ് പ്ലേസാണ്. പിന്നെ നമുക്കറിയില്ല യുനെസ്കോൻ്റെ എന്തോ കിട്ടിയതാണല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ഫുള്ള് ഈ ഏരിയ ഫുള്ള് എന്ന് പറഞ്ഞൊരു അമ്പലം ടൈപ്പ്, എന്താ പറയുക, ഒരു ഫുള്ള് ഭക്ത പ്ലേസാണ് കേട്ടോ. എനിക്കിഷ്ടാവും എന്തായാലും. നല്ല 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 വൈബുണ്ട്, നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഈ തഞ്ചാവൂർ വരുന്നവർക്കൊക്കെ ഇവിടെ കുംഭകോണം പറഞ്ഞ സ്ഥലത്തേക്കും വരാം. അപ്പോൾ പോണ വഴിക്കാണ് ഈ സ്ഥലം. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ലിനു വൈബ് എന്ന് പറഞ്ഞോ? ഒരു എപ്പടി ഇருக்கு വിസിറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. നോറ ഒരു അഭിപ്രായം പറയും, എങ്ങനെയുണ്ട്? ഉണ്ടോ? അതാ സത്യം. നല്ല കളറുണ്ട് ആ പൊസിഷനിൽ. ഇങ്ങനെ നോക്ക്. ഇത് സോറി, ഇത് യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ മാറ്റട്ടെ. നമ്മളിപ്പോൾ ആദ്യം കുംഭേശ്വര ടെമ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കുംഭേശ്വര ടെമ്പിളിലാണ് കുംഭകോണം. ഗൈസ്, നിങ്ങൾ കാണുന്ന പോലെ അല്ല സ്നേഹിച്ചു. നിങ്ങൾ വിചാരിക്കണ പോലത്തെ ആളെ നല്ല കുട്ടിയാണ്. വേണ്ട അമ്പലവാസിയാണ്. എന്തായിരുന്നു ഡയലോഗ് എന്തായിരുന്നു? അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കുംഭകോണത്തിലും തഞ്ചാവൂരും ഒരു അമ്പലം പോലെ ഇനി കേറാൻ ബാക്കിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട അമ്പലം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുംഭകോണത്തുള്ള ആദി കുംഭേശ്വര ടെമ്പിളിലാണ് കയറിയത്. അവിടെ ആനേനൊക്കെ കണ്ടു. നല്ല നല്ല രസം. നമ്മളിവിടെ ഒരു ലൈറ്റൊക്കെ ഉള്ളൊരു അമ്പലമുണ്ട്, അവിടെ നിന്ന് കണ്ട സെയിം തന്നെയാണ്. ഒരു നടപ്പാതുണ്ട്, അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറാനുള്ളത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ആ നടപ്പാത ശരിക്കും ഷോപ്പിലേക്കുള്ളതാണ്. ഇതാണ് ടെമ്പിൾ. ഇവിടെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു ലൈറ്റിങ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് അമ്പലം. അമ്പലത്തിനുള്ളിൽ പിന്നെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ വന്ന് പുറത്തുനിന്നൊക്കെ എടുത്തു. ആനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്. ഇതെന്താ ലീനു അവിടെ കാര്യമായിട്ട് എന്തോ കാണിക്കുന്നുണ്ട്. ലിനുവിൻ്റെ കഴിവ് നമ്മൾ നോക്കേണ്ടതാണ്. ക്ഷീണം കാരണം നോറ ഒരു ഈ കടയിൽ നാരങ്ങ സോഡ രണ്ടെണ്ണം. അത്
കണ്ടോ ആ ചോദിച്ചപ്പോഴത്തേക്ക് വേഗം കറിയുണ്ടോ? എടുത്തിടുങ്കോ എടുത്തിടുങ്കോ? ആ அப்போ நம்மளோட நோராக்கு கொடுத்த ரோபஸ்டா கூட நான் இப்போ சாப்பிட போறேன். எப்படி இருக்குன்னு நமக்கு கொஞ்சம் റിവ്യൂ പറഞ്ഞിടുങ്കോ? ഇതുപോലെ ഒരു പഴം. ஆனா அதுக்கு முன்னாடி எனக்கு ஒரு விஷயம் பண்ணணும். என்னோட அலைனர் கொஞ்சம் பரவாயில்ல പറയല്ലേ? നോറ പഴം ரொம்ப നല്ല നോറ പഴം നന്നായി இருக்கு, ரொம்ப பிரமாதமா இருக்கு. பிரமாதமா இருக்கு, சூப்பர்மா. தேங்க் யூ. இப்போ வரா ഇപ്പ വരാവേ. അതെ, എന്താണ് ലിനു ഇത്ര വലിയ ഒരു കൂടാരൊക്കെ എടുത്ത് കഴിക്കുന്നത്? ലിനുവിനെ കാണാല്ലേ മുഖം? ഒന്ന് വെക്കോ? അതിന്റെ സാധനം ചളി. രണ്ടു ദിവസം അമ്പലത്തിലായോണ്ട് നമ്മള് ഫുള്ള് വെച്ചാണ്. തിന്നൊരു പശുവായ ഫീലാണ്. അല്ല, മറ്റേ വെയിറ്ററോട് കുറച്ച് മുല്ല് തരും. പശുവായി ഫീൽ ചെയ്ത് ഫുള്ള് നമ്മള് തീർത്താണ് അത്രയും. ചെയ്ത പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞു. ഇനി പുതിയ പാപങ്ങൾ ഉണ്ടാക്കണം. ആലു പൊറോട്ട ആ മുറിച്ച മനസ്സിലായി. ലാസ്റ്റ് പാത്രം പോയോണ്ട് മാത്രം കീഴ് തോന്നുന്നു. ലിനുവിന്റെ കപട മുഖം നിങ്ങൾ എല്ലാവരും കാണുക. കപട മുഖം കാണില്ല, ആകെ കുറച്ച് പേരുള്ളൂ കാണാൻ. ഡിസ്ലൈക്ക് ചെയ്യണം. നോറ മുസ്കാൻ, ലിനു ദസ്കറിയ, നിങ്ങൾ എന്തൊന്നാണ് കാറിയത് മരിച്ചതൊക്കെ പറയുന്നത്? അറിയാന്ന് എന്റെ അപ്പന്റെ പേര്. പപ്പന്റെ നെയ്മാണ്. ആ അപ്പൊ ഫുൾ നെയ്ം എന്താ?